അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യത്തെ കത്ത്, ഭരണാധികാരികളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ആദ്യത്തെ കത്ത് അയക്കാൻ ഉദ്ദേശിക്കുന്നത് നജാഷിക്കാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇത് ഒരു ചെയിനാണ്, ഒരു പരമ്പരയാണ്. വീണ്ടും വീണ്ടും ഒരുപാട് പേർക്ക് കത്ത് അയക്കാനുണ്ട്. അപ്പോൾ അത് തുടങ്ങുമ്പോൾ തന്നെ ഒരു തരത്തിൽ പ്രതീക്ഷയുള്ള ഒരു ആളിൽ നിന്ന് തുടങ്ങുക എന്ന് പറയുന്നതിൻ്റെ ഒരു ശാസ്ത്രീയതയാണ്. അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപക്ഷെ തനിക്ക് അനുകൂലമായ പ്രതികരണം ലഭിച്ചേക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരാൾക്ക് തന്നെ ആദ്യം കത്തയക്കാൻ ഉദ്ദേശിക്കുകയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളിലുമുള്ള ഒരു ശാസ്ത്രീയത കൂടിയാണ് സത്യത്തിൽ അതെന്ന് പറയുന്നത്, ഒരു മനഃശാസ്ത്ര സമീപനം. ഈ കത്ത് കൊണ്ടുപോകുവാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടെത്തിയത് അംർ ബിൻ ഉമയ്യ അൽ-ലംരി റളിയല്ലാഹു അൻഹുവിനെ ആയിരുന്നു. ആ കത്തിൽ എഴുതിയിരുന്ന കത്തിൻ്റെ ഉള്ളടക്കം ഹാദാ കിതാബും മിൻ മുഹമ്മദിൻ അനി നബി, പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ള കത്താണ്. ഇലൻ നജാഷി അൽ അസ്ഹം അലീമിൽ അബുഷായിലെ ഭരണാധികാരിയായ നജാഷി രാജാവിനുള്ള എന്നൊക്കെ പറഞ്ഞിട്ട് പതിവ് പോലെ സലാമുൻ അലാമൻ ഇത്തബഅൽ ഹുദ എന്ന ആശംസ നേർന്നുകൊണ്ടാണ്, അതായത് സന്മാർഗത്തെ അനുധാവനം ചെയ്തവർക്കെല്ലാം രക്ഷയുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് തുടങ്ങുന്നത്. എന്നിട്ട് ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, ആയതുകൊണ്ട് താങ്കൾ അത് അംഗീകരിക്കണം, മുസ്ലിം ആവണം, എന്നാൽ അസ്ലിം തസ്ലം, നിങ്ങൾക്ക് രക്ഷപ്പെടാനാവും എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അഹ്ലി കിതാബിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്ത് പറയുന്ന ഒരു ആയത്തുണ്ട്. യാ അഹ്ലൽ കിതാബി തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനക്കും, നമുക്കും നിങ്ങൾക്കും ഒരേപോലെ ബാധ്യതപ്പെട്ട ഒരാശയത്തിലേക്ക് നിങ്ങൾ വരുവീൻ കിതാബിൻ്റെ അഹ്ലുകാരെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരായത്തുണ്ട്. ആ ആയത്തും ആ കത്തിൽ എഴുതി. ഇതിന് ശേഷം അവസാനം ഇങ്ങനെ എഴുതി, ഫൈൻ അബൈത്ത്, നിങ്ങൾ ഇത് അംഗീകരിക്കുന്നില്ല, നിങ്ങൾ വിസമ്മതിക്കുകയാണ് എങ്കിൽ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുറ്റം മാത്രമല്ല, നിങ്ങളുടെ രാജ്യത്തുള്ള എല്ലാ നസാറാക്കളുടെയും എല്ലാ ക്രിസ്ത്യാനികളുടെയും കുറ്റമുണ്ടായിരിക്കും എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കത്തിൻ്റെ അവസാനം എഴുതുകയും ചെയ്തു. കത്തുമായി മഹാനായ അംർ ബിൻ ഉമയ്യ അൽ-ലംരി റളിയല്ലാഹു അൻഹു അബിസീനിയയിലെത്തി രാജാവിനെ മുഖം കാണിച്ചു. രാജാവിന് കത്ത് കൈമാറി. പ്രതീക്ഷിച്ചത് തന്നെയാണ് നടന്നത്. രാജാവ് ആ കത്തുമായി വന്ന ദൂതനെ ബഹുമാനിച്ചു. കത്തിനെ വളരെ ആദരവോടുകൂടെ കൈകൾ നീട്ടി സ്വീകരിച്ചു. സാധാരണഗതിയിൽ രാജാക്കന്മാർ അവിടെ കൊടുത്തേക്കൂ എന്നാണ് പറയുക, തൻ്റെ അംഗരക്ഷകർ അല്ലെങ്കിൽ പാറാവുകാർ അവരുടെ കയ്യിൽ കൊടുത്തേക്കൂ എന്നാണ് പറയുക. ഇതങ്ങനെയല്ല, നേരിട്ട് വന്ന് കൈയോടുകൂടെ മേടിച്ചു. എന്നിട്ട് ആ കത്ത് തൻ്റെ കണ്ണിന് നേരെ ഉയർത്തിപ്പിടിച്ച് അതിനെ ആദരിക്കുന്ന രൂപത്തിൽ, ചുംബിക്കുന്ന രൂപത്തിൽ ഉയർത്തിപ്പിടിച്ചു. എന്നതിന് ശേഷം അദ്ദേഹം തൻ്റെ സിംഹാസനത്തിൽ നിന്ന് താഴെ ഇറങ്ങി അങ്ങനെ വളരെ വലിയ ആദരവ്. ഇതെല്ലാം ആ കാലഘട്ടത്തിൽ ഒരു കത്തിനോട് കാണിക്കുന്ന അല്ലെങ്കിൽ ദൂതനോട് കാണിക്കുന്ന ആദരവാണ്, പരിഗണനയാണ്. അങ്ങനെയൊക്കെ കാണിച്ചു. മാത്രമല്ല, ഈ കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരാവശ്യം നജാഷിയോട് ഉന്നയിച്ചിരുന്നു. അത് ഈ കത്തിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ഈ കത്തുമായി വരുന്ന ദൂതനോടൊപ്പം എൻ്റെ സഹോദരൻ ജാഫർ നിങ്ങളുടെ നാട്ടിലുണ്ട്, അദ്ദേഹത്തെയും ബാക്കിയുള്ള മുസ്ലിമീങ്ങളായ നേരത്തെ ഹിജറ വന്നവരായ വിശ്വാസികളെയും അദ്ദേഹത്തോടൊപ്പം പറഞ്ഞയക്കണം എന്ന ഒരു വർത്തമാനം കൂടി ഉണ്ടായിരുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കത്ത് അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹം സഹാബിയല്ല, സഹാബി എന്ന് പറയാൻ കഴിയില്ല. സഹാബി ആവണമെങ്കിൽ നബിയോടൊപ്പം സഹവാസം ഉണ്ടായിരിക്കണം. അദ്ദേഹത്തെ താബിഈങ്ങളുടെ ഗണത്തിലാണ് പൊതുവെ പെടുത്താറുള്ളത്. ഏതായിരുന്നാലും അദ്ദേഹം സ്വീകരിച്ചു. ജാഫർ ബിൻ അബി ത്വാലിബ് അടക്കമുള്ള അവശേഷിക്കുന്ന മുസ്ലിമീങ്ങളെയെല്ലാം ഈ അംർ ബിൻ ഉമയ്യ അൽ-ലംരിയോടൊപ്പം പറഞ്ഞയച്ചു, മദീനയിലേക്ക് പറഞ്ഞയച്ചു. പിന്നെ വിലപ്പെട്ട സമ്മാനങ്ങൾ പലതും നജാഷി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്തയച്ചു. അക്കാലത്ത് സമ്മാനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പൊതുവെ ആ സമ്മാനങ്ങളുടെ ഉള്ളടക്കം ഉണ്ടാവാറുള്ളത്. അതായത് വസ്ത്രങ്ങൾ, അതുപോലെ തന്നെ സുഗന്ധദ്രവ്യങ്ങൾ, ഇതൊക്കെ കൊടുത്തയച്ചു. ഒപ്പം അവരുടെ അനുയായികളൊക്കെ പറഞ്ഞയച്ചു. അങ്ങനെയാണ്. അപ്പോൾ
അത് വളരെ നല്ലൊരു പ്രതികരണമാണ് ഉണ്ടാക്കിയത്. അതെല്ലാവർക്കും വലിയ ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുകയും ചെയ്തു. ഇനിയും മറ്റു രാജാക്കന്മാരെയെല്ലാം സമീപിക്കാനുള്ള ഒരു പ്രചോദനം നജാഷിയുടെ കാര്യത്തിലുണ്ടായി. നജാഷി രാജാവ് ഈ കത്ത് സ്വീകരിച്ച, നബിയുടെ റിസാലത്ത് സ്വീകരിച്ച നജാഷി രാജാവ് പിന്നെ ഹിജ്റ 9 മരണപ്പെട്ടത് എന്നാണ് ചരിത്രം പറയുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹയിലൂടെ ആ സന്ദേശം ലഭിച്ചു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വേദനയോടുകൂടെ അബുശായിലുള്ള നിങ്ങളുടെ ഒരു സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുകയും അദ്ദേഹത്തിന് വേണ്ടി മയ്യിത്ത് നിസ്കാരം നിർവഹിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്തു എന്നതാണ്. അതായത് മറഞ്ഞ മയ്യത്തിൻ്റെ മേലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയ്യിത്ത് നിസ്കാരം നിർവഹിച്ച ഏക സംഭവം, ഏക ചരിത്രം ഇതാണ് എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ കഴിയും. ഏതായിരുന്നാലും ആ മിഷൻ വിജയിച്ചു. ആ നീക്കം മാത്രമല്ല, സമാനമായ നീക്കങ്ങളൊക്കെ വിജയിക്കും എന്ന ഒരു പ്രതീക്ഷ വരികയും ചെയ്തു. അതോടുകൂടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത രാജാക്കന്മാർക്കുള്ള കത്തുകൾ അയക്കാൻ, അത് ഇത്ര എളുപ്പമായിക്കൊള്ളണമെന്നില്ല എന്ന് നബിക്കറിയാം. എന്നാലും മറ്റ് രാജാക്കന്മാർക്കുള്ള കത്തുകൾക്ക് എഴുതാനുള്ള ഒരുക്കത്തിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും മദീനയിൽ ചില ടെൻഷനുകൾ അവഗണിക്കാൻ കഴിയാത്ത വിധം പ്രകടമായി. അത് ജൂതന്മാരുടെ ഭാഗത്തിൽ നിന്നായിരുന്നു. ജൂതന്മാരങ്ങനെയാണ്, അവരോട് സന്ധി ചെയ്തിട്ട് കാര്യമില്ല, അവരോട് അനുനയത്തിൽ നിന്നിട്ട് കാര്യമില്ല. ഒരു നിലക്കും ഒപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയാത്ത ലോകത്തിലെ ഏക ജനതയാണ് യഹൂദികൾ. വിശുദ്ധ ഖുർആൻ അത് തീർത്ത് പറഞ്ഞിട്ടുണ്ട്. വലൻ തർള അൻകൽ യഹൂദു, നബിയോട് പറയുന്നുണ്ട്, നേരെ ചൊവ്വെ വളച്ചു കെട്ടില്ലാതെ ഖുർആൻ പറയുന്നുണ്ട്, നബിയെ താങ്കളുടെ കാര്യത്തിൽ യഹൂദികൾ ഒരിക്കലും തൃപ്തിപ്പെടില്ല. വല്ലൻ തർള, ഒരിക്കലും തൃപ്തിപ്പെടില്ല. ഹത്താ തത്തബിഅ മില്ലത്തഹും, അവരുടെ മതത്തിൽ നിങ്ങൾ ചേരുന്നത് വരെ. അവരോട് ഐക്യദാർഢ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അവരുടെ മതത്തിൽ ചേരുക എന്നതിനർത്ഥം. ഇന്നത്തെ കാലത്ത് പല ഭരണാധികാരികളും ഖേദകരമെന്ന് പറയട്ടെ അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ വില അവരൊടുക്കേണ്ടി വരും. ചരിത്രം അതാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ യഹൂദികളായ ആൾക്കാർ, അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് ശല്യം ഒഴിവാക്കി. പിന്നെ അവരെല്ലാം പോയത് പ്രധാനമായും ഷാമിലേക്കാണ്, സിറിയ ഭാഗത്തേക്കാണ് പോയത്. പക്ഷേ അവസാനത്തെ കൂട്ടക്കാരിൽ കുറച്ചാൾക്കാർ ഒരു ഇടത്താവളത്തിൽ തങ്ങി. അത് അറേബ്യയിൽ തന്നെയായിരുന്നു. അത് മദീനയിൽ നിന്ന് 200 മൈൽ അകലെയുള്ള ഖൈബർ എന്ന കാർഷിക മേഖലയിലായിരുന്നു. അവിടെ അവരെത്തി. അവിടെ അവർ സെറ്റിൽമെൻ്റ് ഉണ്ടാക്കി, വീടുണ്ടാക്കി. വീടെന്നൊക്കെ പറഞ്ഞാൽ കോട്ടകളുണ്ടാക്കി. ആ കോട്ടകളിൽ ആ പ്രദേശത്തെ മുഴുവൻ കൃഷി ചെയ്ത് സമ്പന്നമാക്കി അവരിങ്ങനെ കഴിയുകയായിരുന്നു. അതേസമയം തന്നെ അവർക്ക് അവരുടെ കാര്യം നോക്കി നടന്നാൽ മതിയായിരുന്നു. പക്ഷേ മദീനയെ ആക്രമിക്കുവാനും ശല്യപ്പെടുത്തുവാനും മദീനയുടെ ഉറക്കം കെടുത്തുവാനും കൂടി അവർ പലതും ചെയ്തു കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. എത്രമാത്രമെന്നറിയാമോ? ഇനി അതിനൊരു മറുപടി കൊടുക്കാതിരുന്നാൽ അത് വലിയൊരു ഭീഷണിയായി വളരുമെന്ന് നബിക്ക് തന്നെ തോന്നുന്ന അത്രമാത്രം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.